ഇന്ന് രാത്രി രാജസ്ഥാനിൽ നിന്നുള്ള നേവി സംഘം ഷിരൂരിലെത്തുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസും പറഞ്ഞു. കൂടുതൽ ഫലപ്രദമായ സംവിധാനമുണ്ടെങ്കിൽ ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി ഷിരൂരിലെ അവലോകന യോഗത്തിന് ശേഷം ജനൻ ടിവിയോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. എന്തായാലും നമ്മളോട് ഇപ്പോൾ ചേർന്ന് PM മുഹമ്മദ് റിയാസാണ്. ഇന്നലെ എടുത്ത തീരുമാനങ്ങളിൽ ഒരു അലംഭാവം പൊതുവെ കാണിച്ചു എന്നുള്ളൊരു ധാരണ അല്ല. സർക്കാർ സംവിധാനത്തിലെ നമ്മളൊരു തീരുമാനം എടുക്കാറുള്ള എല്ലാ ഭാഗവും ചർച്ച ചെയ്തിട്ടാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കണം. ഇന്നലെ ഞങ്ങൾ ചേർന്ന യോഗത്തിലാണ് പാന്തൂൺ സംവിധാനം നടപ്പിലാക്കുമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് രാത്രി ഒരു 12:30 മണിക്കല്ലേ നമ്മളൊക്കെ പിരിഞ്ഞത്. അപ്പോഴും ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിൽ അത് സാധ്യമാകില്ല എന്നുള്ളൊരു നിലപാട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ആ നിലയിൽ തന്നെ ശക്തമായി ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ കലക്ടർ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇന്ന് രാത്രിയോടുകൂടി സംവിധാനം വരുന്നു, നാളെ അത് നടപ്പിലാക്കാൻ ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഗമത്തിൽ തീർച്ചയായിട്ടും ഒരു പുതിയ പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ 8 അംഗ സംഘം, അതുപോലെ തന്നെ തഗ് ബോട്ട് സംവിധാനം, പാന്തൂണ്, ഇങ്ങനെയുള്ള എല്ലാ സാധ്യതകളും നമുക്ക് ഉപയോഗിക്കാം. എല്ലാം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. രക്ഷാദൗത്യം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാർ എല്ലാ നിലയിലും മുന്നോട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ വിജിനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ടീം വരുമ്പോൾ അടുത്ത ഷിഫ്റ്റായി വേറെ ടീം പോകുമ്പോൾ ഒരു ടീം വരും. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. എന്തായാലും രക്ഷാദൗത്യം യാതൊരു കാരണവശാലും അവസാനിപ്പിക്കരുത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അത് കൃത്യമായി തന്നെ കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അല്പസമയം മുമ്പ് ജനൻ ടിവിയോട് വ്യക്തമാക്കിയത്. എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ഒരു സംഘം ഇവിടെ അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. പ്രത്യേകിച്ച് ഈ നാട്ടുകാരാണ്, അവർക്ക് ആ പുഴയെ കൃത്യമായിട്ട് അറിയാം, കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. എന്തായാലും ഒരു പുതിയ പ്രതീക്ഷ കൂടി വരുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്.